ഓക്കെ, ഗുഡ് ഈവനിങ് റസൽ. ഒരു ആയ പതിവ് പോലെ നമ്മുടെ പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പുള്ള ലൈവ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രോഗ്രാമിനെ പറ്റിയിട്ട് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്താണ് പ്രോഗ്രാമിൽ നടക്കുന്നത് ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ പ്രോഗ്രസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് സെൽഫായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ റസലിനെ പറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് റിവ്യൂ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എൻ്റെ പേര് മുഹമ്മദ് റസൽ, തൃശ്ശൂരിൽ നിന്നാണ്. ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 years ആയി. കൺസിസ്റ്റന്റ്ലി ലൂസിംഗ് ആയിരുന്നു 2 to 3 years. ദെൻ ഐ റിയലൈസ്ഡ് മാർക്കറ്റിന്റെ സ്ട്രാറ്റജിയുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രേഡിംഗ് സൈക്കോളജി ഫിക്സ് ചെയ്യാമെന്നുള്ളൊരു ആണ് ഇവിടെ. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പിനേക്കാൾ വളരെ കുറെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് സൈക്കോളജി ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞത് എന്നിട്ട് എത്ര കാലമായി? സൈക്കോളജി ആണ് ഒരു 2 കൊല്ലത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആദ്യത്തെ 2 വർഷം അതിൽ ഫോക്കസ് ചെയ്യാതുള്ള ട്രേഡ് ആയിരുന്നു എന്ന് പറയാം അല്ലേ? വെരി ഇമ്പൾസീവ് ട്രേഡ്, അഗ്രസീവ് ട്രേഡ് ഒക്കെയാണ്. പിന്നീട് മനസ്സിലായി. അതിനുശേഷം ഞാൻ കുറെ ബുക്സും കാര്യങ്ങളും തുടങ്ങി. സൈക്കോളജിനെ പറ്റി, ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് പറ്റി എല്ലാം ബുക്ക് വായിച്ചു. ബട്ട് സ്റ്റിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോഴാണ് തോന്നിയത് ഒരു മെന്റർ ആവശ്യമുണ്ട്. നോളജ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. 1-2 പുസ്തകങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഡിസ്കഷൻ ഇടയിൽ തോന്നിയിരുന്നു എനിക്ക്. അപ്പൊ അത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് അതിന്റെ പേര് ഏതെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് സൈക്കോളജി ഫിക്സ് ചെയ്യാൻ ഫസ്റ്റ് വെച്ച് ട്രേഡിംഗ് ഇൻ ദ സോൺ മാർക്ക് ഡഗ്ലസ്. പിന്നെ മാർക്ക് ഡഗ്ലസിന്റെ തന്നെ വേറൊരു ബുക്ക് ഉണ്ടായിരുന്നു മുമ്പ് എഴുതിയിട്ട്, ഡിസിപ്ലിൻ ട്രേഡ്. അതും വായിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ബുക്ക് ബെസ്റ്റ് ലൂസർ വിൻസ് എന്ന് പറഞ്ഞിട്ട് ടോം ഹോഗർഡിന്റെ ബുക്കാണ്. നമ്മൾ പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇഷ്യൂസ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രീ ട്രെയിനിങ് അസൈൻമെന്റ് ഉണ്ട്. ആ സമയത്ത് സബ്മിറ്റ് ചെയ്ത ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർമ്മയിലുള്ള കാര്യങ്ങളൊന്ന് പറയാം. അതില് 3-4 ഉണ്ടായിരുന്നു. ഒന്ന്, സ്ട്രാറ്റജിയിൽ എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. സ്ട്രാറ്റജി ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്, ബട്ട് അതേപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഫോമോ എൻട്രീസ് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. ഒരു മിനിറ്റ്. അപ്പൊ ഈ സ്ട്രാറ്റജിയിലുള്ള ട്രസ്റ്റ് പ്രോഗ്രാമിന് മുമ്പും ഇപ്പോഴും അനലൈസ് ചെയ്യുമ്പോൾ ഒരു മുമ്പത്തേനേക്കാളും എത്ര പ്രോഗ്രസ് വന്നു എന്നുള്ളത് ഒരു 10 out of സ്കോർ ചെയ്താൽ ഇപ്പൊ കൊടുക്കാൻ പറ്റും? സ്വന്തം സ്ട്രാറ്റജിയിലുള്ള വിശ്വാസം അല്ലെ? ഈ ചെറിയ എന്തെങ്കിലും സംശയത്തിന്റെ കണികൾ ഉണ്ടെങ്കിൽ അതങ്ങനെ റിയൽ ട്രേഡ് ചെയ്തിട്ട് 2-3 മാസം ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോഴേക്കിന് ചെറിയ തരിയും ഇല്ലാണ്ടാവും സംശയത്തിന്റെ. പിന്നെ ഫോമോയെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് മറ്റൊരു പ്രശ്നം ഫോമോ ആയിരുന്നു അല്ലെ? പ്രോഗ്രാമിൽ വരുന്നതിനുണ്ടായിരുന്നു. പ്രോഫിറ്റ് ട്രേഡ്സ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ലോസ് പോയി കഴിഞ്ഞാൽ ഫോമോയുടെ കാര്യം ഇപ്പൊ നമ്മൾ തൊട്ട് പ്രോഗ്രാം തുടങ്ങുന്ന മുമ്പ് സംസാരിച്ചേ ഉള്ളൂ അല്ലെ? അതായത് വലിയൊരു ഫാൾ ഉണ്ടായിട്ടും ഫോമോ കംപ്ലീറ്റ്ലി പോയി എന്നുള്ളത് പറയാം. ഓക്കെ. പിന്നെ ഫിയർ ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ്, ബിക്കമിങ് ലോസസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഏർലി ബുക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പിന്നെ ഉള്ളത്. അതിന്റെ കുറച്ച് സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്നു അല്ലെ? അപ്പൊ അതിനെ നമ്മൾ വേറൊരു ഷോർട്ട് കട്ട്, അതിനെ കവർ ചെയ്യാൻ നമ്മൾ വേറെ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മൾ അതെ, പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആദ്യം ബുക്ക് ചെയ്തിട്ട് ബാക്കി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഹയർ ലെവൽ വരെ ഹോൾഡ് ചെയ്യാന്നുള്ള ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈക്കോളജിക്കൽ എക്സസൈസ് അതിന് പ്രാക്ടീസ് ചെയ്യാനുള്ളത് അതും കയ്യിലുണ്ടാവും. അതും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ എന്തായിരുന്നു സബ്മിറ്റ് ചെയ്ത പ്രശ്നം? ഫോമോ അല്ലാതെ ചെറിയ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഗ്രസീവ് ട്രേഡ്സ് എടുത്തിട്ട് വലിയ ലോസിലേക്ക് എത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി നമ്മള് റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലെ? അത് ജസ്റ്റ് ഒരു ട്രേഡോ എങ്ങാണ്ട് എക്സ്ട്രാ എടുത്തത് അല്ലേ? ഒരു ട്രേഡ് എക്സ്ട്രാ എടുത്തത്. അല്ലാതെ അങ്ങനെ കാർഡ് കയറി ട്രേഡുകൾ എടുത്തെടുത്ത് പോകുന്ന ഒരു സംഗതി ഒന്നും പിന്നെ ഉണ്ടായില്ല. ഓക്കെ. പിന്നെ എന്തായിരുന്നു സബ്മിറ്റ് ചെയ്തത് പ്രോഗ്രാമിന് മുമ്പ്? ഓവർ ട്രേഡ് ആയിരുന്നു ഒരു പ്രശ്നം പറഞ്ഞിരുന്നത്. പിന്നെ ഫിയർ ഓഫ് ലൂസിങ് മണി എന്നുള്ള ഒരു പ്രശ്നം അത് സബ്മിറ്റ് ചെയ്തിരുന്നത്. അതെ.
ഓക്കെ, അതിലുള്ള എക്സസൈസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു പണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. അതെ. അപ്പൊ അതിൽ ശരിക്ക് അവിടെ നമ്മുടെ എക്സ്പെക്ടഡ് വാല്യൂമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ എത്രമാത്രം ചേഞ്ചസ് ഒന്ന് സെൽഫ് അനാലിസിസ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇത് ആപ്റ്റ് ആവോ, അതായത് ഈ നമ്മുടെ എക്സ്പെക്ടഡ് വാല്യൂന്റെ കൺസെപ്റ്റ് ഇതിലേക്ക് ക്ലബ് ചെയ്യാൻ പറ്റും? കാരണം ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ക്ലിയർ ആയത്. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ സ്ട്രാറ്റജിയിലുള്ള ട്രസ്റ്റ് വന്നതും ഈവൻ ദോ ഇഫ് ഐ ബുക്ക് ലോസ് അത് കുഴപ്പമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇത് വേറെ ചില പാർട്ടിസിപ്പൻസും കൂടെ മനസ്സിലാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ബാക്ക് ടെസ്റ്റിന് എത്രമാത്രം സൈക്കോളജിയിൽ പ്രാധാന്യം ഉണ്ടെന്നുള്ള പറയണം. ചില ആളുകളൊക്കെ ആ ഫസ്റ്റത്തെ ഫേസ്, എന്റെ സ്ട്രാറ്റജിയെ പറ്റിയിട്ട് എനിക്കറിയാം, ആദ്യത്തെ ഘട്ടം ഒഴിവാക്കിയിട്ട് സൈക്കോളജി മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ഒരു സൂചന കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പൊ റസലിനും അറിയാം എന്താണ് സ്ട്രാറ്റജിയുടെ പൊട്ടൻഷ്യൽ എന്നുള്ളത്. വരുന്നതിന് മുമ്പ് തന്നെ അറിയാവുന്ന അടുത്ത് പറഞ്ഞതാണ് അല്ലെ. നമ്മുടെ പ്രോഗ്രാമിന് മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കറിയാം അത് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി ആണെന്നറിയാം. സ്റ്റിൽ നമ്മൾ എന്നിട്ട് അത് ആ പറഞ്ഞ പ്രോസസ്സിലൂടെ പോയി. അപ്പൊ അത് എത്രമാത്രം സൈക്കോളജിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരുതുന്നത് ഈ ബാക്ക് ടെസ്റ്റ് എന്നുള്ള പ്രോസസ്സ്? വളരെയധികം. അതായത് മേജർ ആയിട്ടുള്ള ഒരു കാര്യം ഈ ബാക്ക് ടെസ്റ്റിംഗ് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ബാക്ക് ടെസ്റ്റിങ്ങും പിന്നെ സൈക്കോളജിക്കലി നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്ന കുറെ കാര്യങ്ങളും അതിൽ ബാക്ക് ടെസ്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയിൽ സ്ട്രെസ് ഇല്ലാത്ത സംഭവം മാറ്റിയെടുത്തത് ഈ ബാക്ക് ടെസ്റ്റിംഗ് ആണ്. ഞാനെന്നെ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനൊക്കെ വരുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ ഇത് ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്താല് ലോങ് ടേമിൽ ഞാൻ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്ക് തന്നത് ഈ ബാക്ക് ടെസ്റ്റിംഗ്. പിന്നെ നമ്മുടെ തോട്ടിൽ അവിടുന്ന് കിട്ടിയ ഡേറ്റകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് എന്നുള്ള പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നിർബന്ധം വിളിക്കുന്നത്. മേജർ ടേക്ക് അവേകൾ എന്തൊക്കെയാണ് പ്രോഗ്രാമിലെ? മേജർ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഒന്ന് ആക്ഷൻ ബയാസ്. ആക്ഷൻ ബയാസ് അതിന്റെ സ്വാധീനം അത്യാവശ്യം ഉണ്ടായിരുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം അല്ലെ. ആ ഡിസ്കഷനും അതിന്റെ എക്സസൈസുകളും ആണ് അല്ലെ. അതിന്റെ എക്സസൈസുകൾ ഉൾപ്പെടെയാണ് ഒരു മേജർ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യങ്ങൾ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞ ബാക്ക് ടെസ്റ്റിലെ എക്സ്പെക്ടഡ് വാല്യൂവിനെ പറ്റിയിട്ടുള്ള ഐഡിയ എനിക്ക് ട്രേഡിംഗിൽ ഉണ്ടായിരുന്നേ ഇല്ല. അതായത് സ്ട്രാറ്റജി, വിൻ റേഷ്യോ, ലൂസിംഗ് സ്ട്രീക്കും വിന്നിംഗ് സ്ട്രീക്കും എല്ലാം ഉണ്ടാവും. ബട്ട് ഈ എക്സ്പെക്ടഡ് വാല്യൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് ഈ കോഴ്സിൽ വന്നതിന് ശേഷം മനസ്സിലായി. അതായത് എത്ര വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും ലോസ് ബുക്ക് ചെയ്താലും കാമായിട്ട് ഇരിക്കണം എന്നുള്ള ആ ഒരു സംഭവം മനസ്സിലായത് എക്സ്പെക്ടഡ് വാല്യൂ. അത് ഇരിക്കണമെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ കണ്ടെത്തണം എന്നുള്ളതാണ്. അതെ, അവിടെയാണ് നമ്മുടെ ലോജിക്കൽ അനാലിസിസിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. നമുക്ക് കൂളായിട്ട് ഇരിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്. കൂളായിട്ട് ഇരിക്കാൻ വേണ്ട ഒരു തോട്ട് പ്രോസസ്സ് വേണം, അല്ലെങ്കിൽ ചില ലോജിക്കുകൾ, നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ലോജിക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കൂളായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ ഡിസിപ്ലിൻ കാണിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും നമുക്ക് ആകാൻ പറ്റാത്തത്. നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന എവിഡൻസുകൾ, ഡേറ്റകൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ കൂളാവും എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഒരു സൈക്കോളജി ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു മെന്റർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ അപ്രോച്ച്, കാര്യങ്ങൾ, അതിനൊക്കെ എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്? ഒരു 10 ഔട്ട് ഓഫ് 10 ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അതുപോലെ തന്നെ പ്രോഗ്രാമിൽ കുറച്ചധികം തിയറികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രാക്ടിക്കൽ സെഷനും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് അത് കൺവേ ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? തിയറികളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് പ്രോഗ്രാം അല്ലെങ്കിൽ തിയറി ബേസ്ഡ് പ്രോഗ്രാം ആണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കമന്റ് ചെയ്യാം? രണ്ടും കൂടിയിട്ട് വരില്ല. കാരണം എല്ലാം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിന്നെ അതിനനുസരിച്ചുള്ള എക്സസൈസ് ഉണ്ട്, ചില പ്രശ്നങ്ങൾക്കുള്ള NLP എക്സസൈസുകൾ ഉണ്ട്, ചിലതിന് നമ്മൾ ആർട്ടിക്കിളോ നോട്ട് എഴുതലായിരിക്കും. അപ്പോ പ്രശ്നം കൂടുതലാണ് ഉള്ള സ്ഥലങ്ങളിൽ NLP യൂസ് ആക്കും. അല്ലാത്തപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കിയെടുത്താൽ ഫിക്സ് ആക്കാവുന്നതല്ല.
പിന്നെ ഒരു ലൈഫിന്റെ മറ്റൊരു ഏരിയയിലേക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ എന്തെങ്കിലും സ്വാധീനം ഉള്ളതായിട്ട് സോഫാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതോ ട്രേഡിംഗിൽ മാത്രമാണോ അതിന്റെ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇതുവരെ കണ്ടിട്ടുള്ളത്? ഒരു 90% ട്രേഡിംഗിൽ തന്നെ. ട്രേഡിംഗ് Then ഈ അഡൾട്ട് പാരന്റ് അഡൾട്ട് ചൈൽഡ് എന്നുള്ള ആ ഒരു ബിഹേവിയർ ലൂപ്പ് ചില ഇപ്പോ റിയൽ ലൈഫിൽ എന്തെങ്കിലും തോട്ട് പോകുമ്പോ ഇത് എന്തുകൊണ്ട് എവിടുന്നാണ് ആ തോട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവയർനെസ്, അതിനെയാണ് അഡൽട്ട് അവയർനെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ ലൈഫ് മാറി, ലൈഫിൽ രക്ഷപ്പെട്ടു എന്നുള്ളത്. പിന്നെ പണത്തിന്റെ ഒരു ആസ്പെക്റ്റില് വർത്ത് ഫോർ മണി എന്നുള്ളൊരു കൺസെപ്റ്റില് പ്രോഗ്രാം, വാല്യൂ ഫോർ മണി എന്നുള്ളൊരു കൺസെപ്റ്റില് റേറ്റ് ചെയ്താൽ എത്ര റേറ്റ് ചെയ്തു? എനിക്ക് കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ജോയിൻ ചെയ്യുന്നതിനേക്കാളും കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ പ്രൈസ് കണ്ടപ്പോ ഞാൻ ആദ്യം വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ അതിനും വലിയ ലോസ് ഉണ്ടാക്കി പോയിട്ട് കാര്യമില്ല. ബട്ട് ജോയിൻ ചെയ്തതിനു ശേഷം ഡെഫിനറ്റ്ലി പോയിട്ട്. അപ്പൊ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ചെറിയ ഐഡിയ റസലിന്റെ വാക്കുകളിൽ നിന്ന് കിട്ടട്ടെ. പിന്നെ ഈ കിട്ടിയ കാര്യങ്ങൾ ഇപ്പൊ ഇതുവരെ നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇടയ്ക്ക് നമ്മളൊരു ഗ്യാപ്പ് ഒക്കെ വന്നു അല്ലെ, ഇടയ്ക്ക് വേറെ കോഴ്സിന് പോയപ്പോൾ ചെറിയ സ്പേസ് വന്നു. അപ്പൊ അതുകൊണ്ട് ശരിക്ക് 2 മാസത്തോളം നമുക്ക് ഒബ്സർവ് ചെയ്യാം, 2-2.5 മാസത്തോളം നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റി 1 മന്ത് പ്രോഗ്രാമിൽ. റിയൽ ട്രേഡുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ 20 ട്രേഡ് കൂടുതൽ ആയിട്ടുണ്ടാവും. ട്രേഡ് നമ്പർ നോക്കുമ്പോൾ അവസാനം നമ്മൾ അനാലിസിസ് ചെയ്ത ട്രേഡുകൾ റിയൽ ട്രേഡ് 48 ആയിട്ടുണ്ട്. നമുക്ക് 2-3 ട്രേഡ് ഒരു ദിവസം ഉണ്ട്. ഓക്കെ, അപ്പൊ അതും ഒരു 1 മന്ത് പ്രോഗ്രാമിൽ ഒരു നമുക്ക് സമയം എടുത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് കൂടിയാണ്. അപ്പൊ അത്രയും ദിവസം ട്രേഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായാലും കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളിവിടെ ബിഗിൻ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി റിയൽ മാർക്കറ്റിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ഫീല് തോന്നാത്ത രീതിയിൽ അതിനുള്ള 1-2 കാര്യങ്ങളൂടെ നമുക്ക് നാളെ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ സെൻസുകളിലൂടെ കണക്ട് ചെയ്യുന്ന കാര്യം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ ദ റിവ്യൂ. നമുക്ക് നാളെ ഇരിക്കാം. ശരി, ഓക്കെ, ബൈ. കട്ട് ചെയ്യാം. ഓക്കെ.